വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്നല്ലേ? രാഹുലിന്റെയും ശില്പയുടെയും സ്വർഗമാണ് കളരിത്തറ. കുട്ടിക്കാലം മുതൽ കളരിത്തറയെ അടുത്തറിഞ്ഞവർ, കളരിയെ ജീവിതത്തിന്റെ ഭാഗമാക്കിയവർ. ഇനിയുള്ള യാത്ര ഒന്നിച്ചെന്ന് തീരുമാനിച്ചപ്പോൾ ആ സ്വപ്ന സാഫല്യത്തിന് കളരിത്തറയോളം പോന്ന മറ്റൊരു വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ അവർക്ക് മറ്റെന്തുണ്ടാവാനാണ്? ആചാരങ്ങളിലെല്ലാം കളരിയുടെ ശീലങ്ങൾ, ആഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം അങ്ങനെ. കളരി ഗുരുക്കന്മാരെ സാക്ഷിയാക്കി കളരി ദൈവങ്ങളെ തൊഴുത് അക്ഷരാർത്ഥത്തിൽ ഒരു കളരി കല്യാണം. രാഹുലിന്റെ 12-ാം വയസ്സിൽ കളരിയിലെത്തിയപ്പോഴാണ് ശില്പയെ ആദ്യമായി കാണുന്നത്. പക്ഷേ ഇരുവരും പ്രണയിച്ചതല്ല. ഇരുവരുടെയും അമ്മമാർ അഗസ്ത്യം കളരിത്തറയിലെ പഠിതാക്കളാണ്. അവരുടെ ഇഷ്ടമാണ് പൂർണ്ണ മനസ്സോടെ ഇവർ അംഗീകരിച്ചത്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ തന്നെ ഒരു കളരി വെഡ്ഡിങ് അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് ഇവിടെ തന്നെ നടത്തിക്കൂടാ എന്നൊരു പ്ലാനിൽ നമ്മൾ ഗുരുക്കളിനോട് ചോദിച്ചു. ഗുരുക്കൾ അതിനകത്ത് ഒരു കുഴപ്പമില്ല, നടത്താലോ എന്ന് പറഞ്ഞ ഒരു ഡിസിഷൻ എടുക്കാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വെഡ്ഡിങ് ഇവിടെ നടക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പഠിക്കാൻ വന്നതാണ്. അപ്പോൾ അങ്ങനെ ഗുരുശിക്ഷ ബന്ധം എന്ന് പറഞ്ഞാൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ആരാണെങ്കിലും ഗുരുക്കളാണല്ലോ. വിവാഹത്തിലെ വ്യത്യസ്തതയ്ക്കൊപ്പം കളരി ഒന്നാകെ ഒത്തുനിന്നപ്പോഴാണ് കളരിത്തറ കതിർ മണ്ഡപമായത്. ഇവരുടെ വീട്ടുകാർ തന്നെ തീരുമാനിച്ചു. കഴിഞ്ഞ വർഷമായിരുന്നു ഇവരുടെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു പോയത്. അപ്പോൾ അവർ വിവാഹം എന്തായാലും കഴിക്കണം. അപ്പോൾ അത് എങ്ങനെ കഴിക്കാം എന്നുള്ളതിനെ കുറിച്ച് രാഹുലിന്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു. ഞാൻ പല രീതിയിൽ പറഞ്ഞു നോക്കിയായിരുന്നു. രാഹുൽ തന്നെ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് വെഡിങ് നമുക്ക് ഇവിടെ വെച്ച് തന്നെ നടത്തണം, അപ്പോൾ അതൊരു ഡിഫറൻറ്റ് ആകട്ടെ എന്നുള്ളൊരു തീരുമാനം വന്നതിന്റെ തുടർന്ന് ആണ് നമ്മളങ്ങനെ ചെയ്തത്. സെക്രട്ടേറിയറ്റ് ജോലിയിൽ നിന്ന് ദീർഘകാലം അവധിയെടുത്ത രാഹുലിന് ഇപ്പോൾ കളരിയിലാണ് മുഴുവൻ സമയ ശ്രദ്ധ. എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് ശില്പ. ക്യാമറാമാൻ ബിബിൻ വേളിക്കൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. അപ്പോൾ ഈ കളരി കണ്ടപ്പോഴാണ് എനിക്ക് പഴയൊരു അനുഭവം ഓർമ്മ വന്നത്. നിങ്ങൾക്ക് അഡ്വക്കേറ്റ് പൂന്തുറ സോമൻ എന്നൊരാളെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം കളരി അഭ്യാസിയാണ്, വക്കീലാണ്. തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം, പൂന്തുറയാണ് ശരിക്കും. അപ്പോൾ ഈ പൂന്തുറ സോമനെ നമ്മൾ കണ്ട കളരി വലിയ മൂത്ത കളരിയാണ് അദ്ദേഹം കേട്ടോ. ഈ കളരി ആളെന്നുള്ള നിലയിൽ നമ്മൾ കാണുമ്പോൾ അദ്ദേഹം ഒരു അത്ര വലിയ തടിയും തോന്നിക്കില്ല, നല്ല അഭ്യാസിയാണ്. അപ്പോൾ ഒരിക്കലും ലേശാൻ ചെയർമാനായിരുന്ന ഡോക്ടർ റെജിമൻ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഗാർഡായ ഒരു റഷ്യക്കാരനുമായിട്ട് ഈ അഡ്വക്കേറ്റ് പൂന്തുറ സോമനെ കാണാതെ പോയി. ഒരു കളരിയിലൊക്കെ വലിയ താല്പര്യമുള്ള, ആയോധന കലയിലൊക്കെ വലിയ വിശ്വാസമുള്ള ഒരാളാണ് ഈ ഡോക്ടർ റെജിമേനോൻ. അദ്ദേഹം വളരെ കൗതുകത്തോടെ ഈ പൂന്തുറ സോമൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടു. അവസാനം അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-50 പേര് വന്നാലും അടിച്ച് തറയിലിടുമെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ആ റഷ്യക്കാരൻ സെക്യൂരിറ്റിയോട് ചോദിച്ചു, പൂന്തുറ സോമനും ഈ റഷ്യക്കാരനും തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പൂന്തുറ എപ്പോഴും ഒഴിഞ്ഞു മാറുന്നതാണ് പതിവ്. അദ്ദേഹം ഒഴിഞ്ഞു മാറി. പക്ഷേ മറ്റേയാൾക്കൊരു അഹങ്കാരം കൂടി. അയാൾ പറഞ്ഞു സോമനെ ട്രൈ എന്ന് പറഞ്ഞ കൂടാണെന്ന്. അല്പം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂന്തുറ സോമൻ ഇടുപ്പിന് പിടിച്ച് പൊക്കി ആകാശം കാണിച്ചങ്ങ് നിർത്തി നമ്മുടെ റഷ്യക്കാരനെ. അപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായി കളരി കുഴപ്പം അപകടം പിടിച്ച സാധനമാണെന്ന്. ഡോക്ടർ റെജിമൻ പിന്നീട് എന്നോട് പറഞ്ഞത് എന്നാ പൂന്തുറ സോമൻ്റെ ഒരു കരുത്ത് എന്നാണ് പറഞ്ഞത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.